ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പീരിയോഡിക് ടേബിൾ എന്നതാണ്. നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെയുണ്ട്. ആ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണെന്നറിയോ? ഹെൻറി മോസ്ലിയാണ്. ആറ്റോമിക നമ്പർ ആരാ കണ്ടുപിടിച്ചത്? ഹെൻറി മോസ്ലിയാണ്. ഓക്കെ, മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ആളാണ് ഹെൻറി മോസ്ലി. മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായിട്ടുള്ള ഈ മൂലകങ്ങളെയൊക്കെ അതിനെ ഒന്ന് നമുക്ക് വർഗീകരിക്കണം. അതിന് പറ്റിയൊരു ഉപാധിയാണ് നമുക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. അപ്പോൾ ഈ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലാവോസിയ. ഓക്കെ, 1789 ലാവോസിയ ലോഹങ്ങളും അലോഹങ്ങളുമായി മൂലകങ്ങളെ വർഗീകരിച്ചു. ആ വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. അപ്പം മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലിയാണ്. നമ്മുടെ മൂലക വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആന്റോണിയൻ ലാവോസിയ. 1789 അദ്ദേഹം ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചു മൂലകങ്ങളെ. ആ വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം 30. പക്ഷേ ഈ ലാവോസിയയുടെ വർഗീകരണത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചു, പക്ഷേ ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അത്രയും കാര്യങ്ങളേ ഉള്ളൂ അവിടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതായിട്ടുള്ളതാണ് ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതായത് ഡോബറൈനിയർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവ അറിയപ്പെടുന്ന ത്രികങ്ങൾ. 3 അവിടെ നിന്ന് കിട്ടുമല്ലോ, 3 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിൻ്റെ ആറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരി, ഒന്നിൻ്റെയും മൂന്നാമതും വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസിൻ്റെ ശരാശരിയാണ് ഈ മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. അപ്പോൾ എത്ര ഓർത്തിരിക്കുക, ത്രികങ്ങൾ എന്ന് തിരിച്ചത് ആരാണ്? ഡോബറൈനാണ്. ഡോബറൈൻ എന്ന് പറയാം, ഡോബറൈനർ എന്നും പറയാം. ഇനി അടുത്തത് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അഷ്ടക നിയമങ്ങൾ. അതായത് 1866 അഷ്ടക നിയമം എന്ന വർഗീകരണം അവതരിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രത്തിൻ്റെ പേരാണ് ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതിയാൽ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമമാണ് അഷ്ടക നിയമം. അപ്പം അത് പഠിച്ചു. ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലി തിരിച്ചു. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. അദ്ദേഹം 1789 ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് 30 മൂലകങ്ങളെ വേർതിരിച്ചു. പക്ഷേ ഉപലോഹങ്ങളെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതൊരു ഡ്രോബാക്കാണ്. ത്രികങ്ങൾ, അത് ഡോബറൈനിയറാണ് ത്രികത്തിൻ്റെ ആൾ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നാമത്തെ മൂന്നാമത്തെ മൂലകങ്ങളുടെ ആറ്റോമിക മാസ് ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. ഇനി അടുത്തതാണ് അഷ്ടക നിയമം. അഷ്ടക നിയമം ആരാവിഷ്കരിച്ചത്? ന്യൂലാൻഡാണ്. വർഷം 1866. ന്യൂലാൻഡിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ? 56 മൂലകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
പക്ഷേ ഈ അഷ്ടക നിയമത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. കാരണം ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളെ ഇതിൽ പാലിക്കപ്പെടുന്നില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഇനി വർഗീകരണം പട്ടികയിലൂടെ, അതായത് 1869 മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ടൊരു ടേബിൾ ഉണ്ടാക്കിയ റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ്. ഈ മെൻഡലിയേഫ് എവിടുത്തെ നാട്ടുകാരനാണ്? റഷ്യക്കാരനാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്നായിരുന്നു 1869 ഈ നമ്മുടെ ദിമിത്രി ഇവാനോ മെൻഡലിയേഫ് ഈ മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ടൊരു ടേബിൾ തയ്യാറാക്കി. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? ഈ മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ടായിരുന്നു എന്നറിയാം? 63 മൂലകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന നിയമമായിരുന്നു നമ്മുടെ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മൂലകങ്ങളെ വേർതിരിച്ചത്. ഓക്കെ, കണ്ടെത്താനുള്ള ഏതാനും മൂലകങ്ങളുടെ ഗുണങ്ങളൊക്കെ പ്രവചിക്കുകയും അവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പീരിയോഡിക് ടേബിളിൽ സ്ഥാനം ഒഴിയുകയൊക്കെ ചെയ്തിരുന്നു. ഇനി നമ്മുടെ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിന് ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, പരിമിതി. ഒന്ന്, ഹൈഡ്രജൻ ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലിഥിയം, അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജനാണ് അദ്ദേഹം സ്ഥാനം നൽകിയത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യമുള്ള ലോഹങ്ങളൊക്കെ ഉൾപ്പെടുത്തി. അതൊക്കെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. ഇന്ന് നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിൾ, അതായത് ഇപ്പോഴുള്ള ആധുനിക പീരിയോഡിക് ടേബിളിൽ ഇപ്പോഴത്തെ ടേബിളിൻ്റെ വിജ്ഞാതാവാരാണ്? മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഓർത്തിരിക്കുക. എക്സ്റേ ഡിഫ്രാക്ഷൻ മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പറൊക്കെ നൽകിയത്. അപ്പം അത് ഓർത്തിരിക്കുക. പിന്നെ ഇനിയും ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ഗ്രൂപ്പ് നമ്പറും ഉണ്ട്, മൂലക കുടുംബങ്ങളുമുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും മൂലക കുടുംബം. ഒന്നാമത് വരുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഏതാണെന്നറിയോ? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് രണ്ടാമത്തേതിൽ വരുന്നത്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് നമ്പറിൽ വരുന്നത് സംക്രമണ ലോഹങ്ങളാണ്. ഇനി 13ാമത്തെ ഗ്രൂപ്പ് നമ്പറിൽ വരുന്നത് ബോറോൺ കുടുംബമാണ് വരുന്നത്. ബോറോൺ കുടുംബം വരുന്നു. ഇനി 14ൽ വരുന്നത് കാർബൺ കുടുംബമാണ് വരുന്നത്. 15ാം ഗ്രൂപ്പ് നമ്പറിൽ ഉൾപ്പെടുന്നത് നൈട്രജൻ കുടുംബമാണ്. 16ാം ഗ്രൂപ്പ് നമ്പറിൽ ഉൾപ്പെടുന്നത് ഓക്സിജൻ കുടുംബമാണ്. 17ൽ വരുന്നതാണ് ഹാലോജനുകൾ. ഇനി 18ാമത് ഗ്രൂപ്പ് നമ്പറിൽ വരുന്ന മൂലക കുടുംബമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഇപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് നമ്പറുകളും മൂലക കുടുംബങ്ങളും. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്പറിൽ വരുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് നമ്പറിൽ വരുന്നത് സംക്രമണ ലോഹങ്ങൾ. 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ കുടുംബം. 17 ഹാലോജന്. 18 ഉത്കൃഷ്ട വാതകങ്ങൾ.
ഓക്കെ, പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളെ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഓക്കെ, ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? നോബിൾ ഗ്യാസസ് എന്നാണ്. നോബിൾ ഗ്യാസസ്. ഓക്കെ, അതായത് പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഏതൊക്കെയാണെന്ന് പറയാമോ? ഹീലിയം, നിയോൺ. ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗോൺ, അതുപോലെ തന്നെ ക്രിപ്റ്റോൺ, സീനോൺ, റഡോൺ. ഉത്കൃഷ്ടവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഹീലിയം, നിയോണ്, ആർഗോണ്, ക്രിപ്റ്റോണ്, സീനോണ്, റാഡോണ്. ഇനി സാധാരണയായിട്ട് മറ്റു മൂലകങ്ങളുമായിട്ട് സംയോജിക്കുന്നതിനാൽ ഉത്കൃഷ്ടവാതകങ്ങൾ സംയോജിക്കത്തില്ല. സാധാരണയായിട്ട് മറ്റു മൂലകങ്ങളുമായിട്ട് സംയോജിക്കുമോ? ഇല്ല. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ. എന്താ പറഞ്ഞത്? അതായത് സാധാരണയായിട്ട് മറ്റ് മൂലകങ്ങളുമായിട്ട് സംയോജിക്കത്തില്ല. അത് കാരണം ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അലസവാതകങ്ങൾ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരാണ് എന്താണെന്ന്, വളരെ കുറഞ്ഞ അളവിൽ, അതായത് അപൂർവവാതകങ്ങൾ. അപൂർവവാതകങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ? വളരെ റെയർ ഗ്യാസസ്, അതായത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവ കണ്ടുവരത്തുള്ളൂ. ഇനി കാലാവസ്ഥ ബലൂണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉത്കൃഷ്ടവാതകമുണ്ട്. അത് ഏതാണെന്നറിയോ? ഇതിൽ ഏത് വാതകമാണ് കാലാവസ്ഥ ബലൂണുകൾ ഉപയോഗിക്കുന്നത്? ഹീലിയമാണ്. ഹീലിയം. ഈ ഹീലിയം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഹീലിയത്തിന് സാന്ദ്രത വളരെ കുറവാണ്. ഹീലിയത്തിന് എന്താണ്? സാന്ദ്രത കുറവാണ്. ഓക്കെ, ഇനി അടുത്തത് ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് ഡിസ്ചാർജ് ലാബുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്നറിയോ? അത് നിയോണാണ്. നിയോൺ. ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് ഡിസ്ചാർജ് ട്യൂബുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോണാണ്. വൈദ്യുത ബൾബുകളിലെ ഫിലിമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ നിറയ്ക്കുന്ന ഏതാണ്? ആർഗോണാണ്. ആർഗോണ്. റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് റഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് ഇത്. ഇനി ഈ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ്, നമ്മൾ പറഞ്ഞിരുന്നു, സംക്രമണ മൂലകങ്ങൾ. ഈ നിറമുള്ള സംയുക്തങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതാണ്? സംക്രമണ മൂലകങ്ങൾ. ഈ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവയൊക്കെ ലോഹങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് ലാന്തനോയിഡും ആക്റ്റിനോയിഡുമാണ്. ലാന്തനോയിഡ്സും പിന്നെന്താ പറഞ്ഞത്? ആക്റ്റിനോയിഡ്സും. എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? അതായത് പീരിയോഡിക് ടേബിളിലെ 6ാം പീരിയഡിൽ 6ാമത്തെ പീരിയഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്. ലാന്തനം മുതൽ ലൂട്ടീഷ്യം വരെയാണെന്ന് തോന്നുന്നു. ഇനി 7ാമത്തെ പീരിയഡിൽ 89 മുതൽ 103 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്. ഇതാണ് ആക്റ്റിനോയിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. 6ാമത്തെ പീരിയഡിൽ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണിത് ലാന്തനോയിഡ്. ലാന്തനോയിഡ്സ്. 7ാമത്തെ പീരിയഡിൽ 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡ്. ഓക്കെ ഉള്ളു. ഈ ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും ചേർത്ത് പറയുന്ന പേരാണ് അന്തഃസംക്രമണ
മൂലകങ്ങൾ, അതായത് ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്നൊക്കെയാണ് ലാന്തനൈഡിനെയും ആക്റ്റിനോയിഡിനെയും ചേർത്ത് പറയുന്നതാണ് അന്തം സംക്രമണ മൂലകങ്ങൾ. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ഏത്? ലാന്തനോയിഡ്. എന്തറിയപ്പെടുന്നു? റെയർ എർത്ത്സ്. പീരിയോഡിക് ടേബിളിൽ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളാണ് എന്തൊക്കെ? ഈ മനുഷ്യനിർമ്മിത മൂലകങ്ങൾ. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ലാന്തനോയിഡ്, ആക്റ്റിനോയിഡ്, പിന്നെ ഉത്കൃഷ്ടവാദങ്ങൾ, പല പീരിയോഡിക് ടേബിളുകൾ പല ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്നത്, പിന്നെ എന്താണ് ഗ്രൂപ്പ് നമ്പറും മൂലക കുടുംബങ്ങളും, ഇതൊക്കെ ഇവിടെ ഒരു സെക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പീരിയോഡിക് ടേബിളിൽ ഇനിയും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.